സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വ്യാപക വിമർശനം. വലിയ ആഘോഷമാക്കി സർക്കാർ കൊട്ടിയാഘോഷിച്ച് നടത്തിയ അയ്യപ്പ സംഗമത്തിൽ ജനപങ്കാളിത്തം കുറഞ്ഞതിൽ സർക്കാർ തലത്തിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. പരിപാടി പറഞ്ഞ സമയത്ത് തുടങ്ങാൻ വൈകിയത് ആളുകൾ എത്താത്തതിനെ തുടർന്നാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPM നടത്തിയ അയ്യപ്പ സംഗമം പൂർണ്ണ പരാജയമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കപടഭക്തനെ പോലെയാണ് പിണറായി വിജയൻ സംഗമത്തിനെത്തിയത്. ക്ഷേത്രത്തിനും ആചാരത്തിനുമെതിരെ നിൽക്കുന്ന ഒരു കേഡർ പാർട്ടി സംഗമം സംഘടിപ്പിച്ചതിലെ അസ്വാഭാവികതയാണ് ജനം ചർച്ച ചെയ്യുന്നത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം സംഗമത്തിൽ വായിച്ചതിലും ദുരൂഹതയുണ്ട്. CPM രഹസ്യമായി BJPയെ സഹായിക്കുന്നുണ്ടെന്ന കോൺഗ്രസ് ആരോപണത്തിന് ആക്കം കൂട്ടുന്നതാണ് ഇത്. BJPയും കോൺഗ്രസും അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചിരുന്നു. 4000-ന് മുകളിൽ ആളുകൾ സംഗമത്തിന് പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ എത്തിയത് 2000 പേരാണ്. ഇത് സർക്കാരിനെ ആശങ്കയിലാക്കി. BJPയും അയ്യപ്പ സംഗമത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. നാട്ടിൻപുറങ്ങളിൽ അയ്യപ്പ വിളക്ക് നടത്തിയാൽ ഇതിലും കൂടുതൽ ഭക്തർ എത്തുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞു. ചെറിയ മുറിയിൽ കൊള്ളുന്ന ആളുകളുടെ പരിപാടി നടത്താൻ സർക്കാരിന് നാണമില്ലേ എന്നും BJP ചോദിച്ചു. ഭക്തി വേറെ തെരഞ്ഞെടുപ്പ് വേറെയെന്നും BJP പറഞ്ഞു. ഭക്തന് രാഷ്ട്രീയമില്ലെന്നും ഭക്തി രാഷ്ട്രീയ നാടകം കളിച്ചാൽ 2026-ലെ തിരഞ്ഞെടുപ്പിൽ നിന്ന് അതിജീവിക്കാനാകുമെന്ന മുഖ്യമന്ത്രിയുടെ ധാരണ തെറ്റായിപ്പോയെന്ന് കാലം തെളിയിക്കുമെന്നും BJP പറഞ്ഞു. 9 മാസത്തോളമായി ശബരിമലയിൽ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. സർക്കാരിന്റെ കാലാവധി കഴിയുന്ന സമയത്ത് വികസന കാർഡ് ഇറക്കി കപട നാടകം കളിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.